വയനാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് പുൽപ്പള്ളി. കുടിയേറ്റ കർഷകരുടെയും വയനാടൻ ഗോത്രജനതയുടെയും വിയർപ്പിനാൽ വികാസം പ്രാപിച്ച ഭൂപ്രദേശം. കർണാടകയോടും കബനി നദിയോടും ചേർന്നു നിൽക്കുന്ന ഇവിടം ടിപ്പുവിന്റെയും വീരപഴശ്ശിയുടെയും ഓർമ്മകൾ ഉണർത്തുന്ന ചരിത്ര ഭൂമിക കൂടിയാണ്. ഇവിടെയാണ് കേരളത്തിലെ ഏക പ്രധാന സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സീതാദേവിയെ വനത്തിൽ ഉപേക്ഷിച്ച കാലത്ത് അഭയം തേടിയ വാൽമീകി ആശ്രമവും ലവകുശന്മാരുടെ ജനനവും സീതാദേവിയുടെ അന്തർധാനവുമെല്ലാം പുൽപ്പള്ളിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകളാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സീതാദേവിയാണെങ്കിലും ലവകുശന്മാർ, തലച്ചിൽ ഭഗവാൻ, അയ്യപ്പസ്വാമി, മുരുകൻ, ഗണപതി, വേട്ടയ്ക്കൊരു മകൻ, നാഗം എന്നീ പ്രതിഷ്ഠകൾ വ്യവസ്ഥാപിതമായി പൂജ ചെയ്തു വരുന്നു. പണ്ട് ഒളിയുദ്ധകാലത്ത് വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ച ഈ ക്ഷേത്രം കേരളവർമ്മ പഴശ്ശിരാജാവിനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അദ്ദേഹം രഹസ്യയോഗങ്ങൾ കൂടാനും മറ്റും ഈ ക്ഷേത്രം ഉപയോഗിച്ചിരുന്നു. ക്ഷേത്രത്തിന്റെ വടക്ക് താഴെ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഊട്ടുപുരയിൽ വെച്ചാണ് ബ്രിട്ടീഷ് പടയാളികളുടെ നേതാവായ കേണൽ ബാബർ പഴശ്ശിരാജാവിനെ നേരിട്ടതെന്ന് പറയപ്പെടുന്നു. ഊട്ടുപുരയോട് ചേർന്ന് കിടക്കുന്ന കുളം വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥക്കുളമാണ്. ക്ഷേത്രത്തിന് മുകൾ ഭാഗത്തായി വെള്ളാട്ട് തറ സ്ഥിതി ചെയ്യുന്നു. മുനികുമാരന്മാർക്കായി നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണ് വെള്ളാട്ട്. കർക്കിടകവും വൃശ്ചികവും ഒഴിച്ചുള്ള എല്ലാ മലയാള മാസം 2-ാം തീയതിയും വെള്ളാട്ട് നടത്തിവരുന്നു. പഴശ്ശിത്തമ്പുരാന്റെ ആധിപത്യത്തിലായിരുന്ന പുൽപ്പള്ളി ദേവസ്വ ഭരണം തന്റെ ഒളിയുദ്ധകാലത്ത് കൂട്ടുനിന്ന് സഹായിച്ച വയനാട്ടിലെ പ്രശസ്ത നായർ കുടുംബമായ കുപ്പത്തോട് കുടുംബത്തിന് ക്ഷേത്ര ചുമതല കൈമാറുകയായിരുന്നു. ഇപ്പോൾ ക്ഷേത്രം മലബാർ ദേവസ്വത്തിന് കീഴിൽ കുപ്പത്തോട് കുടുംബത്തിന്റെ അധീനതയിലാണ്.